മൊസാംബിക്കിലെ ബെയ്റ തുറമുഖത്തുണ്ടായ അപകടത്തിൽ മരിച്ച കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ബെയ്റ തുറമുഖത്തിന് സമീപം 16-ാം തീയതി പുലർച്ചെയായിരുന്നു ബോട്ടപകടം. എണ്ണ ടാങ്കറായ സീക്വസ്റ്റ് കപ്പലിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനായി 21 ജീവനക്കാരുമായി പോയ സ്വകാര്യ ഏജൻസിയുടെ ബോട്ട് മുങ്ങുകയായിരുന്നു. ദിലീപ് ദേവസി ചേരുന്നുണ്ട് ശ്രീരാഗിൻ്റെ വീട്ടിൽ നിന്നും. ദിലീപ്, ഒരുപാട് പ്രതീക്ഷകളുമായി കടൽ കടന്നു പോയതാണ്. ഒടുവിൽ കടലിൽ അവസാനിച്ചു ശ്രീരാഗിൻ്റെ ജീവിതം. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഡോക്ടർ അരുൺകുമാർ, ശ്രീരാഗിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ കൊല്ലം തേവലക്കരയിലെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. പൊതുദർശനം നടക്കുകയാണ്. അയൽവാസികളും നാട്ടുകാരും സുഹൃത്തുക്കളും ഒപ്പം ജോലി ചെയ്യുന്ന ആളുകളടക്കം ഇപ്പോൾ തേവലക്കരയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 16-ാം തീയതി പുലർച്ചെ ആയിരുന്നു ഈ ബോട്ടപകടം, മൊസാംബിക്കിൽ വെച്ച് ബോട്ടപകടം ഉണ്ടായിരുന്നത്. സ്കോർപിയോ മറൈൻ കമ്പനിയുടെ ഇലക്ട്രോ ടെക്നിക്കൽ സ്റ്റാഫാണ് ശ്രീരാഗ്. കഴിഞ്ഞ 6 മാസം മുൻപാണ് ശ്രീരാഗ് വീട്ടിൽ വന്ന് ഈ മൊസാംബിക്കിലേക്ക് മടങ്ങിയത്. അവിടെ വെച്ച് മറ്റൊരു കപ്പലിൽ കയറാൻ പോകുന്നതിനിടെ അവിടെ സ്വകാര്യ ഏജൻസിയുടെ ബോട്ടിൽ കയറി പോകുന്നതിനിടയിലാണ് ശ്രീരാഗും ഒപ്പം ഉണ്ടായിരുന്ന 20 ജീവനക്കാരും അപകടത്തിൽപ്പെടുന്നത്. അതിൽ 4 ദിവസത്തിന് ശേഷമാണ് ശ്രീരാഗിൻ്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇന്നലെ മുംബൈയിൽ എത്തിച്ച മൃതദേഹം അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഇപ്പോൾ കൊല്ലത്തെ തേവലക്കര വീട്ടിലെത്തിച്ചിരിക്കുന്നത്. 2 കുഞ്ഞു മക്കളാണ് ഈ ശ്രീരാഗിനുള്ളത്.